നമസ്കാരം. ഷെക്കേന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്, നമുക്കറിയാവുന്നതുപോലെ മലയാള സിനിമ ഒരുപാട് വിമർശനങ്ങൾക്കും അതുപോലെ തന്നെ അപ്രീസിയേഷനുകൾക്കും എല്ലാം വിധേയമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. പലപ്പോഴും നമുക്കറിയാവുന്നതുപോലെ ഈ 2024 ഇറങ്ങിയ ഒരുപാട് പടങ്ങൾ സൂപ്പർ ഹിറ്റാണ്. ആ പടങ്ങളെല്ലാം ഒരുപാട് പണം വാരുന്നു. മലയാളം ഇൻഡസ്ട്രി വളരെയധികം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതിന്റെ ഇടയിൽ വളരെ വലിയ വിമർശനങ്ങളും മലയാളം ഫിലിം ഇൻഡസ്ട്രി നേരിടുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പല കോണുകളിൽ നിന്നും ഇതിന് കുറച്ചു കാലങ്ങളായി ഈ തരത്തിലുള്ള ചില അജണ്ടകളെ ബേസ് ചെയ്ത് മലയാളം ഫിലിം ഇൻഡസ്ട്രി മുന്നോട്ട് പോകുന്നു. ചില അനോണിമസ് ഫണ്ടിങ്, ചില പ്രത്യേക താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഫണ്ടിങ് നടക്കുന്നു. ഈ രീതിയിലുള്ള ഒരുപാട് ആരോപണങ്ങളും ഇതിന്റെ കൂടെ തന്നെ മലയാളം ഫിലിം ഇൻഡസ്ട്രി നേരിടുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ കാലഘട്ടം മാറി. മലയാളികൾ ഇന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ഇറങ്ങുന്ന പടങ്ങൾ കാണുന്നവരാണ്, വിലയിരുത്തുന്നവരാണ്. നമുക്കറിയാവുന്നതുപോലെ ഇന്ത്യയിലെ പല ഭാഷകളിലുള്ള പടങ്ങൾ, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ആണെങ്കിലും ഫ്രഞ്ച്, ജർമ്മൻ, അങ്ങനെ ചൈനീസ്, അതുപോലെ തന്നെ കൊറിയൻ പടങ്ങൾ, ഇങ്ങനെ ഒരുപാട് ജാപ്പനീസ് പടങ്ങൾ അടക്കമുള്ള പല പടങ്ങളും, അതിൻ്റെ വ്യത്യസ്തമായ വേർഷനുകൾ, അതിൻ്റെ വ്യത്യസ്തമായ തലങ്ങളിലുള്ള പടങ്ങൾ, വ്യത്യസ്തമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പടങ്ങൾ എല്ലാം മലയാളികൾ കാണുകയും വിലയിരുത്തുകയും ചെയ്യുന്ന പടങ്ങൾ തന്നെയാണ്. എല്ലാവർക്കും ഇന്ന് അതിനോടനുബന്ധിച്ചുള്ള അവബോധം വളരെ കൃത്യമായി ഉണ്ട്. ആ സമയത്ത് നമ്മുടെ ഇടയിൽ ഇറങ്ങുന്ന ചില പടങ്ങളിൽ ചില പ്രത്യേക താല്പര്യങ്ങൾക്കനുസരിച്ച്, പ്രത്യേക ചില അജണ്ടകൾക്കനുസരിച്ച് വിഷയങ്ങൾ എടുക്കുന്നുണ്ടോ എന്ന് സംശയം തോന്നുമ്പോൾ, ആ സംശയം വളരെ സീരിയസ് ഉള്ള സംശയമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിവിധ രാജ്യങ്ങളിലെ പടങ്ങൾ കാണുന്ന മലയാളിക്ക് മലയാളത്തിൽ ഇറങ്ങുന്ന ചില പടങ്ങളിൽ ചില വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള, ചില സബ്ജക്റ്റുകൾ പ്രത്യേക നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് സംശയം തോന്നിയാൽ അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു കാര്യം ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ ഷെക്കേന ന്യൂസ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ രീതിയിലുള്ള ഈ മട്ടാഞ്ചേരി മാഫിയ അടക്കമുള്ള, അതുപോലെ ഫണ്ടിങ് അടക്കമുള്ള, അതുപോലെ ഡ്രഗ്സ് അടക്കമുള്ള ഇതുപോലെ ചില കോക്കസുകൾ, ചില വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നത് അടക്കമുള്ള, ഇതിന് പിന്നിൽ ആരൊക്കെ പ്രവർത്തിക്കുന്നു എന്നതടക്കമുള്ള വിഷയങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നത്. നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് സിനിമാ സംവിധായകൻ രാമസിംഗൻ അബൂബക്കർ, രാഷ്ട്രീയ നിരീക്ഷകൻ ആദർശ് കുനിയില്ലം, ക്രോസ് ജനറൽ സെക്രട്ടറി ജോജി ജോർജ് എന്നിവരാണ്. 3 പേർക്കും നമ്മുടെ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ശ്രീ രാമസിംഗൻ അബൂബക്കർ, അങ്ങേക്ക് ഒരുപക്ഷെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും അങ്ങേക്ക് വ്യക്തമായ ധാരണയുണ്ട്. കാലാകാലങ്ങളായി അങ്ങ് അത്തരത്തിലുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടു വന്നതുമാണ്. അപ്പോൾ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന ഈ ആരോപണങ്ങൾ എന്ന് വെച്ചാൽ, നമുക്കറിയാം പല സിനിമകളുണ്ട്. കാതൽ എന്ന സിനിമയെക്കുറിച്ച് വളരെ വ്യാപകമായ പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ചില നിഗൂഢമായ അജണ്ടകൾ ചില സിനിമകളുടെ പിന്നിൽ ഉണ്ട് എന്ന് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായും അങ്ങനെ കരുതാതെ വയ്യ. കാരണം ഞാനൊക്കെ 1977 മുതൽ മലയാള സിനിമയായിട്ട് യോജിച്ചു പോകുന്ന വ്യക്തിയാണ്. അപ്പൊ സിനിമയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടം മുതൽ ഇന്ന് വരെ ഡിജിറ്റൽ വരെയുള്ള കാലഘട്ടത്തെ കുറിച്ച് വ്യക്തമായിട്ട് അറിയുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. സിനിമയിൽ പണ്ട് ബെൽറ്റുകൾ ഉണ്ടായിരുന്നു. തിരുവനന്തപുരം ബെൽറ്റ്, ഈ എറണാകുളം ബെൽറ്റ്, കോഴിക്കോട് ബെൽറ്റ് എന്നൊക്കെ പറഞ്ഞ് ബെൽറ്റുകളെ കുറിച്ച് അന്ന് പറയുമായിരുന്നു. അത് പ്രാദേശികമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടുണ്ടാകുമ്പോൾ എറണാകുളത്തുകാരുടെ സിനിമ, തിരുവനന്തപുരം ബെൽറ്റ് എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്തുകാരുടെ സിനിമ, മലബാറിന്റെ ബെൽറ്റ്, അങ്ങനെയൊക്കെ പറയുമായിരുന്നെങ്കിലും സിനിമയ്ക്ക് മറ്റ് അജണ്ടകൾ ഉണ്ടായിരുന്നില്ല. സിനിമയുടെ നമ്മൾ പഴയ കാലം മുതൽ ഇപ്പോഴേ വരെ എടുത്തു നോക്കുകയാണെങ്കിൽ സിനിമ മതപരമായിട്ടുള്ള വേർതിരിവുകൾ ഒരിക്കലും നടത്തിയിരുന്നില്ല. അങ്ങനെ മതപരമായിട്ടുള്ള വേർതിരിവുകളും മതപരമായിട്ടുള്ള ആശയ സംവാദവും ഒക്കെ സൃഷ്ടിക്കുന്നത് 2014 മുതലാണ്. 2014 വരെ ഒരു കൂട്ടർക്ക് സിനിമ ഹറാമായിരുന്നു. ഇസ്ലാം വിഭാഗത്തിന് സിനിമ ഹറാമായിട്ട് അതിനെ മാറ്റി നിർത്തി സിനിമയിൽ അഭിനയിക്കുന്നത് പോലും ഹറാമാണ്, അത് ശരിയല്ല എന്ന് പറയുന്ന ആ ഭാഗത്തു നിന്നും സിനിമയെ എങ്ങനെ ഇസ്ലാമിക വൽക്കരണത്തിന് അല്ലെങ്കിൽ ഇസ്ലാമിക ആശയ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കാമെന്ന് 2014 ഒരു ചർച്ച നടക്കുകയുണ്ടായി. അത് എല്ലാ വിഭാഗം, സുന്നി വിഭാഗത്തിലും ഷിയ വിഭാഗത്തിലും എല്ലാ വിഭാഗത്തിലും അത്തരത്തിലുള്ള ഒരു ചിന്ത ഉടലെടുക്കുകയും അതിനുശേഷം സിനിമയിൽ നിന്ന് മാറി നിൽക്കുകയല്ല വേണ്ടത്. അപ്പൊ അങ്ങനെ ആശയ സമ്പാദനത്തിന് വേണ്ടി നമ്മൾ സാധാരണ സിനിമയിൽ ഒരു പ്രൊപ്പഗേഷൻ എന്ന് പറയുന്ന ഘടകമുണ്ട്, പലപ്പോഴും നമ്മൾ ഉപയോഗിക്കാറുണ്ട്.
വേണമെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് സിനിമ കാണാം. സിനിമ ഉണ്ടായപ്പോൾ ആദ്യം സിനിമ കണ്ടപ്പോൾ ഇത് ആശയപരമായ സംവേദനത്തിന് ഏറ്റവും നല്ല കാര്യമാണ്, ഇത് വിപ്ലവത്തിന് ആക്കം കൂട്ടും എന്ന് പറഞ്ഞിട്ടുള്ളത് ലെനിനാണ്. ലെനിനാണ് ആ ആശയത്തിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ലെനിൻ ഈ വിപ്ലവ പ്രസ്ഥാനങ്ങൾ സിനിമയെ ധാരാളം ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ മത സിനിമയെ ഉപയോഗിച്ച് ഉണ്ടായിരുന്നില്ല. അത് ഉപയോഗിക്കാൻ തുടങ്ങി 2014 ശേഷം. അപ്പൊ അത് രണ്ട് രീതിയിലാണ്. നമ്മൾ അറിയാതെ ചില ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക. ഒരു കണ്ടാൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പം ക്രിസ്ത്യാനികളാണെങ്കിൽ കുമ്പസാരക്കൂട്ടിൽ നമ്മൾ കളിയാക്കുക. കുമ്പസാരക്കൂട്ടിൽ ഇക്കിളിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് കുമ്പസാരക്കൂട്ടിൽ നടത്തുന്നത്. ആദ്യം കുമ്പസാരക്കൂടാണ് മലയാള സിനിമയിലെ ഒരു 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 രീതിയിൽ ഉപയോഗിക്കും. പിന്നീട് സന്യാസിമാരെ ഉപയോഗിക്കും. സന്യാസിമാരെ കള്ളന്മാരായിട്ട് കള്ളക്കടത്തുകാരായിട്ട് ഉപയോഗിച്ചു. പിന്നീട് അടുത്ത് വന്നതാണ് ഈ നമ്പൂരിമാര്, അല്ലെങ്കിൽ ഈ സവർണം എന്ന് പറയുന്ന ആ വിഭാഗത്തിനെ ചൂണ്ടിക്കൊണ്ട് ഹിന്ദുവിന്റെ ആശയങ്ങളെ, ഹിന്ദുവിന്റെ ആചാരങ്ങളെ കളിയാക്കിക്കൊണ്ടുള്ള. പക്ഷെ നേരെ മറിച്ച് മറ്റു വിഭാഗത്തിലെ ഒരു ചെറിയ ഘടകം വന്നാൽ പോലും വലിയ ചർച്ചയാകുകയും ആ സിനിമ കാണരുതെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന, ഉദാഹരണത്തിന് ഇപ്പൊ നമുക്ക് അടുത്ത കാലത്ത് തന്നെ ആലോചിച്ച് നോക്കാം. ഈ യഥാർത്ഥ ഈ കേരളത്തിൽ നടക്കുന്ന വിവാഹങ്ങള്, ഈ ലവ് ജിഹാദിനെ കുറിച്ച് ഒരു സിനിമ വന്നപ്പോ മറുവശത്തുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് തിയേറ്ററിൽ എത്തിക്കാൻ, തിയേറ്ററിൽ കാണാൻ സമ്മതിക്കാതിരിക്കുക, തിയേറ്റർ തരാതിരിക്കുക. ഇത് എനിക്കുണ്ടായി. രണ്ടു വർഷം മുമ്പ് നമ്മൾ ചരിത്രത്തിന്റെ ഒരു നേരെ ആയിട്ടുള്ള കാഴ്ചപ്പാട് എന്താണോ അതാണ് ഞാൻ 1921 കുറിച്ച് ഇന്ന് പറയുന്ന ആ അവസ്ഥയിൽ നിന്ന് മാറി എന്താണോ സത്യം എന്നുള്ളത് പുറത്തു പറയാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നത്. അപ്പൊ ഇതേപോലെ ചില ആശയങ്ങൾ സിനിമയിൽ കുത്തി കലർത്തുകയും അത് അവിടുത്തെ സിനിമ വ്യവസായത്തെ പോലും സ്വാധീനിക്കുകയും ചെയ്തു. അതായത് മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന ഒരു വാക്കുണ്ടാവുന്നത് ഈ ഇസ്ലാമിസ്റ്റുകളുടെ സിനിമയെക്കുറിച്ച് വന്ന ഒരു ധാരണയാണ് യഥാർത്ഥത്തിൽ. കാരണം ഈ ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞിട്ട് വന്ന കുറെ തരംഗം, അതിനെ പറ്റിയുള്ള സിനിമകൾ അപ്പോഴാണ് അത്തരം ആൾക്കാരുടെ ഒരു ഏറ്റവും രസകരമായ സംഭവം. ഒരു സിനിമയില് മുഴുവൻ അഭിനേതാക്കളും മുഴുവൻ ടെക്നീഷ്യൻസും അതിന്റെ നിർമ്മാതാക്കളും എല്ലാം തന്നെ മുസ്ലിം ആവണം എന്ന് ധരിച്ച് അങ്ങനെ മുസ്ലിം ആക്കിയെടുത്ത സിനിമ മലയാളത്തിലുണ്ട്. ഒരിക്കലും സംഭവിക്കാത്ത ഒരു കാര്യമാണ്. അത് സംഭവിച്ചു. അത്തരത്തിൽ ഇതര മതങ്ങളെ ഇകഴ്ത്താനും തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും വേണ്ടിയിട്ട് നടന്ന ഒരു ഗൂഢാലോചന. അതിന് കാരണമായിട്ട് വന്നത് കോടിക്കണക്കിന് രൂപ വിദേശത്ത് നിന്ന് ഹവാല പണമായിട്ടുണ്ട്. ഒന്ന് കാര്യം ഞാൻ പറഞ്ഞുതരാം. 2004 ഞാൻ കൊമേഴ്ഷ്യൽ സിനിമ സംവിധാനം നിർത്തുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അതുവരെ ഉണ്ടായിരുന്ന റെമ്യൂണറേഷനിൽ നിന്ന് 100 ഇരട്ടി, 10 ഇരട്ടിയല്ല 100 ഇരട്ടി വർദ്ധിക്കുകയും സിനിമ ഒരു കോടി 2 കോടി 3 കോടിയിൽ നിന്ന് പെട്ടെന്ന് 100 കോടിയിലേക്കും 150 കോടിയിലേക്കും മാറിച്ചു. അത് മാത്രമല്ല, ഈ സിനിമയ്ക്ക് വരുന്ന ഫണ്ട്, ആ ഫണ്ട് ഏത് സോഴ്സിൽ നിന്നാണെന്ന് ആരും അറിയാതെ പോയിച്ചു. ഒരു നിർമ്മാതാവ് കഴിഞ്ഞാൽ ആ നിർമ്മാതാവിനെ പിന്നെ കാണാറേ ഇല്ല. അയാൾ ആ സിനിമ കഴിഞ്ഞ് അപ്രത്യക്ഷമാവുകയാണ്. എവിടെ നിന്നാണ് ഈ ഫണ്ട് വന്നത് വെച്ചാൽ അറിയില്ല. അപ്പൊ 100-150 കോടിയുടെ കളി. നമ്മുടെ കേരളത്തിൽ ആകെ 200-250 സ്റ്റേഷൻസ് ഉണ്ട്. അപ്പൊ ഈ 250 സ്റ്റേഷൻസ് എന്ന് ഈ പറയുന്ന 100 കോടി 150 കോടി ഒരിക്കലും കളക്ട് ചെയ്യില്ല. ഇപ്പൊ 100 കോടി ക്ലബ് എന്ന് പറയുന്നുണ്ട്. ഈ 100 കോടി ക്ലബിന്റെ യാഥാർത്ഥ്യം എന്താണ്? 100 കോടി എന്ന് പറയുന്നത് അതിന്റെ ടോട്ടൽ വരുമാനമാണ്. അതിൽ 40% ടാക്സ് പോയി, 40% അതില് തിയേറ്റർ ഷെയർ പോയി. ആകെ 100%-ൽ 30-ൽ താഴെ, എന്റെ കണക്കിന് പറഞ്ഞ 25% മാത്രമേ പ്രൊഡ്യൂസർക്ക് വരുള്ളൂ. അപ്പൊ 100 കോടി കളക്ട് ചെയ്താൽ 25 ലക്ഷം രൂപയാണ് പ്രൊഡ്യൂസർക്ക് വരുന്നത്. അപ്പൊ 100 കോടി ക്ലബില് 25 കോടിയാണ് പ്രൊഡ്യൂസർക്ക് വരുന്നത്. 100 കോടി മുടക്കിയിട്ട് 25 കോടി കിട്ടിയ പടം ലാഭമാണോ? അല്ല. അപ്പൊ അത്തരം നഷ്ടത്തിലായ പടങ്ങൾ, ഇപ്പൊ ഉദാഹരണത്തിന് മമ്മൂട്ടിയുടെ പടം ഉണ്ട എന്ന് പറഞ്ഞ പടം, അത് നക്സലൈറ്റുകളെ വെളുപ്പിക്കാൻ വേണ്ടി എടുത്ത പടം. ആ ഉണ്ട എന്ന് പറഞ്ഞ പടം എടുത്ത് അതിന്റെ എഴുത്തുകാരന് വീണ്ടും മമ്മൂട്ടി കൊടുക്കുന്നത് പുഴു എന്ന് പറയുന്ന മറ്റൊരു ആശയ പ്രചരണത്തിലുള്ള, അത് നമ്മളല്ല പറയുന്നത്, ഒരു മുസൽമാൻ തന്നെയാണ് പറയുന്നത്. ഇത് ഹിന്ദുവിലെ ഈ വർണ്ണ വ്യത്യാസം വ്യക്തമാക്കുന്ന ഒരു സിനിമയാണ്. അതിനെ
അത് ചെയ്യരുത് സ്വന്തം ഭാര്യയോട് പറഞ്ഞതാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചർച്ചയായിട്ട് വരുന്നത്. ഇതിനു മുമ്പ് വന്നു. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുമ്പസാരക്കൂട്ടിൽ തുടങ്ങി പള്ളിയിലച്ചന്മാര് കള്ളന്മാരായിട്ട് വന്നിട്ട് പള്ളിയിലച്ചന്മാരായിട്ട് ഒരു സിനിമ നമുക്ക് സംശയിക്കുന്നു. കുമ്പസാരക്കൂട്ട് വന്നു. പിന്നെ നമ്മൾ സിനിമ എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു ക്രിസ്ത്യൻ വിഭാഗം അത് അച്ചായ കള്ളു കച്ചവടം, മാഫിയ, ഇങ്ങനെയുള്ള വനനശീകരണം, ഇങ്ങനെയുള്ള ചില മുഖങ്ങൾ ഓരോരുത്തർക്ക് ചാർത്തി കൊടുക്കും. ഇത് സ്ഥിരമായിട്ട് ചാർത്തുന്ന ഒരവസ്ഥ വന്നു. ഇതൊക്കെ ഈ സിനിമയുടെ നമ്മൾ ആലോചിക്കുന്ന ഒരു 10 വർഷം കൊണ്ടുണ്ടായ 10 വർഷം മുമ്പ് അങ്ങനെ ഒരു വേർതിരിവുണ്ടായിരുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ 91 മുഖമുദ്ര എന്ന് പറഞ്ഞ സിനിമ, ആ സിനിമയിൽ പ്രധാന വില്ലനായിട്ട് വന്നത് ഒരു ഹാജിയാണ്. ഈ ഹാജിയാരെ ഞാൻ വില്ലനാക്കി എന്നുള്ള പേരിൽ ഇന്ന് ജയിലിൽ നിന്ന് ഇപ്പം വീട്ടിൽ വിശ്രമിക്കുന്ന മദനി പരസ്യമായിട്ട് പ്രസംഗിച്ചിട്ടുണ്ട്. അലി അക്ബർ എന്ന് പറയുന്ന ഒരാള് ഒരു ഹാജിയാരെ വില്ലനാക്കി സിനിമ എടുത്തു. നമ്മുടെ ഒരു കഥാപാത്രത്തെയാണ്, അല്ലെ ഒരു മതത്തെ അല്ല എടുത്തത്, ഒരു കഥാപാത്രം. അത്ര പോലും അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അതേസമയത്ത് ഇപ്പുറത്ത് ആരെ വേണമെങ്കിലും, ഈ പറയുന്ന നമ്പൂതിരിയോ, നമുക്ക് ഉദാഹരണം പണ്ട് തുടങ്ങുകയാണെങ്കിൽ തന്നെ FT വാസുദേവൻ തുടങ്ങി അടൂർ ഗോപാലകൃഷ്ണൻ വരെയും ഈ ഹിന്ദു വിരുദ്ധ സിനിമകൾ എടുത്തിട്ടുണ്ട്. നമ്മളത് കലയായിട്ട് തന്നെയാണ്. ഇപ്പൊ നിർമാല്യം അതിന്റെ ഒരു ജീവിത ഗന്ധിയായിട്ട് എടുത്തു. അന്നത്തെ കാലഘട്ടത്തിൽ അത് ഒക്കെയാണ്. അന്നത്തെ കാലഘട്ടം എടുത്തുകൊണ്ട് ആർക്കും ഒന്നും പറഞ്ഞിട്ടില്ല. എലിപ്പത്തായി എടുത്തു. ആ എലിപ്പത്തായത്തിന്റെ ആർക്കും പറഞ്ഞില്ല. ഈ യാഥാസ്ഥിക സ്വഭാവത്തിന്റെ അല്ലെങ്കിൽ ഈ ഇല്ലങ്ങളിലെ ആ ജീർണതയും കാര്യങ്ങളൊക്കെ എടുത്തു. ശരി, സമ്മതിച്ചു. കാലം അതൊക്കെ കഴിഞ്ഞു. ഇപ്പൊ വന്നു. ഇപ്പൊ വന്നിട്ടും ഈ പറയുന്ന ഇത്രയും കാലമായി നമ്മൾ മുന്നോട്ട് പോയി, ക്ഷേത്രപ്രവേശനം നടന്നു, എല്ലാവരും സമന്മാരായിട്ട് ജീവിക്കുന്നു, ആരും ആരുടെ ആശയത്തിൽ ഇടപെടുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് പതിയെ പതിയെ അന്യന്റെ ജീവിതത്തിലേക്ക്, അന്യന്റെ പെൺകുട്ടികളിലേക്ക് എത്തി. ആ ജിഹാദ് എന്ന് പറയുന്ന ലവ് ജിഹാദ് സിനിമയുടെ ആശയം ലവ് ജിഹാദ് സിനിമയായി. ഇതിൽ യാതൊരു കുഴപ്പമില്ല, ഞങ്ങള് ഇത് പ്രേമമാണ് എന്നുള്ള രീതിയിൽ ഈ ജിഹാദ് സിനിമകൾ തന്നെ ഉണ്ടായി. ആ ഭാഗത്ത് ആരും ഒരു കുറ്റവും പറഞ്ഞില്ല. ഈ അവരുടെ ആശയപ്രചരണം നടത്താൻ തുടങ്ങി. തിരിച്ച് മറിച്ച് സിനിമ വന്നപ്പോഴോ ഇത് വലിയ പ്രശ്നമാവുകയും ചെയ്തു. അപ്പൊ ഇതില് 2 അജണ്ട. ഒന്ന്, ഇതര മതങ്ങൾക്ക്, ഇപ്പം ക്രിസ്ത്യാനിക്കോ അല്ലെങ്കിൽ ഹൈന്ദവനോ ഒരു ഫോറിൻ ഫണ്ട് വന്നുകൊണ്ട് സിനിമ ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടാവുന്നില്ല. ഇവിടെ മുടക്കുന്നവരിപ്പം നമ്മൾ ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സിനിമ പിടിച്ചുകൊണ്ടിരുന്നുള്ള അപ്പച്ചൻ, നവോദയ അപ്പച്ചനാണെങ്കിലും സർഗൈത്ര അപ്പച്ചനാണെങ്കിലും ധാരാളം അവര് പണം ഒരു ബിസിനസ് എന്ന രീതിയിലാണ് ആശയപ്രചാരണത്തിന് വേണ്ടിയല്ല എടുത്തത്. അപ്പൊ അവരൊക്കെ പിന്മാറിപ്പോയി. പിന്നെ അവരൊന്നും കാണാതെ പോയി. ജൂബിലി ജോയ് തോമസ് കാണാനേ ഇല്ല. മലയാള സിനിമയുടെ നട്ടല്ലായിരുന്നു ജൂബിലി ജോയ് തോമസ്. ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്ന ഒരു മേഖലയാണ് മലയാള സിനിമ. അവിടെ നിന്ന് നിങ്ങൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നോക്കൂ. മതപരമായിട്ട് ഡിവൈഡ് നോക്കി. എത്ര ക്രിസ്ത്യാനികളുണ്ട് മലയാള സിനിമയിൽ? എത്ര ഹൈന്ദവരുണ്ട്? ഹൈന്ദവരുടെ ലിസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. പഴയ സിനിമാക്കാരുടെ മറ്റേ മെരിലാൻഡ് സ്റ്റുഡിയോ മുതൽ കൊടുത്തു തുടങ്ങൂ. ഇവിടെ മുരളി മൂവീസ് വരെ തുടങ്ങി നിൽക്കുന്ന ഹൈന്ദവർ, അവരാരും ഇപ്പൊ രംഗത്തില്ല. അവർക്ക് ആർക്കും ഈ രംഗത്തേക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റില്ല. കാരണം എന്താ, സാമ്പത്തികം ആ രീതിയിലാണ് നടക്കുന്നത്. പിന്നെ ഈ സമ്പത്ത് നമ്മൾ വരുന്നത് ഈ 100 കോടി 150 കോടി എങ്ങനെ വരുന്നു ചോദിച്ചു. അപ്പോഴും ഉത്തരവില്ല. പിന്നീട് ഇതില് പല അന്വേഷണങ്ങൾ വന്നപ്പോ പല ആൾക്കാരെ കാണാനില്ല, ആരാണ് പ്രൊഡ്യൂസർ എന്നറിയില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ ഈ പറയുന്ന വിഭാഗം, ഈ പറയുന്ന ഫണ്ടുകൾ അത് വരുന്നുണ്ടെന്നും അത് ചില ആശയപരമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടെന്നും അതിലും ഈ പറയുന്ന മഹാനടനും പെട്ടിട്ടുണ്ടെന്നും നമ്മൾ കഴിഞ്ഞ ആഴ്ചയാണ് ആധികാരികമായിട്ട് ഒരു വിവരം കിട്ടുന്നത്. അതിന്റെ മുന്നേ നമുക്കില്ല. ലണ്ടൻ വഴി താങ്കൾക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ടോ ഇതുപോലെ ഇങ്ങനെ ചില നടന്മാർ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ്ഡ് ആകുന്നുണ്ട് എന്നുള്ളത് തോന്നിയിട്ടുണ്ടോ? അല്ല, ഇദ്ദേഹത്തെ കുറിച്ച് നേരത്തെ ഒരു അത്തരത്തിലൊരു ഇത്, പക്ഷെ നമുക്ക് തെളിവില്ലാതെ നമുക്ക് പറയാൻ പറ്റും. ഒരു ഇതേപോലെ ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ് ഇദ്ദേഹം എന്ന് അകത്തളങ്ങളിൽ ഒരു സംസാരം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു തെളിവില്ലാതെ നമുക്ക് പറയാൻ പറ്റാത്തത് കൊണ്ട് പിന്നെ ഇപ്പൊ ഒരു പ്രശ്നം കൂടി, ഇപ്പൊ ആരാണ്
ഈ പറഞ്ഞ ഇസ്ലാമിസ്റ്റ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റും ഇസ്ലാമിസ്റ്റും ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ്. ഇസ്ലാമിസ്റ്റും കമ്മ്യൂണിസ്റ്റും തമ്മിൽ വ്യത്യാസമില്ലാത്തതാണ്. അങ്ങനെ കാലഘട്ടമായപ്പോൾ ഈ ആശയ പ്രചരണത്തിന് ഇദ്ദേഹം സഹായിക്കുന്നുണ്ട് എന്നുള്ള വിവരം നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷെ വിശദമായിട്ട് കൃത്യമായിട്ട് തെളിവോട് കൂടി ഒരാൾ സംസാരിക്കുന്നത് ഇപ്പോഴാണ്. നമുക്ക് തെളിവില്ലാതെ സംസാരിക്കാൻ പറ്റില്ല. പക്ഷെ ഈ പറയുന്ന ഈ മട്ടാഞ്ചേരി മാഫിയ എന്നുള്ളത് മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അവര് ചില എന്താണ് ആശയങ്ങൾ പുറത്തോട്ട് ഈ ഒരു സിനിമ മാത്രമല്ല നമുക്ക് എടുക്കാനുള്ളത്. നമുക്ക് ഈ അവരുടെ സിനിമകൾ ഈ പറയുന്ന ഗ്രൂപ്പിന്റെ സിനിമകൾ ഓരോന്ന് നമ്മൾ ഇടുക്കി ഗോൾഡ് എന്താണ് ഉദ്ദേശിക്കുന്നത്? രണ്ട് രീതിയിലാണ് മലയാളത്തിലെ പ്രേക്ഷകരെ അവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ലഹരിയുടെ അമിതമായ ഉപയോഗം പഠിപ്പിച്ചു, മറ്റൊന്ന് മതപരമായ വേർതിരിവുകൾ ഉണ്ടാക്കും. ലഹരിയെ വളരെ ലഘൂകരിച്ച് കാണിക്കുകയും ചെറുപ്പക്കാരിലേക്ക് അതിന്റെ ഒരു അംശം കൊടുക്കുക. അതേപോലെ ചില മതങ്ങളുടെ ആചാരങ്ങളെ കളിയാക്കിക്കൊണ്ട് ഈ വളർന്നു വരുന്ന തലമുറയ്ക്ക് മതം എന്താണെന്ന് അറിയില്ല, ആചാരങ്ങൾ എന്താണെന്ന് അറിയില്ല. അപ്പൊ അത് ഉപയോഗിച്ചുകൊണ്ട് അവരിൽ തന്നെ സ്വന്തം മതത്തിൽ ഒരു വിദ്വേഷം ഉണ്ടാക്കുക. ആ വിദ്വേഷം ഉണ്ടാക്കിയിട്ട് ഇതിന്റെ കെട്ടുപാടുകളിൽ നിന്ന് മാറുക. എന്തിനാ കുടിച്ചു വരയ്ക്കുന്നത്? നിങ്ങൾ 4 പ്രാവശ്യം നിങ്ങൾ ഈ കുമ്പസാരക്കൂട്, ഈ മലയാള സിനിമയിലെ കുമ്പസാരക്കൂട് കാണിച്ചാൽ ആരെങ്കിലും കുമ്പസരിക്കാൻ വരുമോ? അല്ലെങ്കിൽ അവിടെ അച്ഛന് വിശ്വസിക്കുമോ? ഈ വ്യഭിചാര കഥകളാണ് കുമ്പസാരക്കൂട്ടിൽ നടക്കുന്നത് എന്ന് പറയുമ്പോൾ എന്താണ് യൂത്ത് മനസ്സിലാക്കുക? അതിന്റെ ഡിവൈനിറ്റി അവിടെ നഷ്ടപ്പെടുകയാണ്. ഇങ്ങനെ ഹിന്ദുവിന്റെ ഡിവൈനിറ്റി നഷ്ടപ്പെടുന്ന രീതിയിൽ കുറെ കാര്യങ്ങൾ, ക്രിസ്ത്യാനിറ്റിയുടെ ഡിവൈനിറ്റി നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ സദാചാരം എന്ന് പറയുന്നത് മറ്റൊന്നാണ് എന്ന് പറയുന്ന രീതിയിൽ മാറ്റുക. അപ്പൊ ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ എങ്ങനെ എഫക്ട് ചെയ്യുന്നുള്ളത് കൃത്യമായി പഠിക്കേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ജീവിത നിലവാരം ഒന്ന് നോക്കുക. ഇന്ന് രാവിലെ നമ്മൾ കേട്ടു അച്ഛനെ ഉപേക്ഷിക്കുന്നു, കൊണ്ടുപോയി സ്വന്തം ഭാര്യയെ കാട്ടിൽ കൊണ്ടുപോയി വെട്ടിയിടുന്നു. എന്തൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്? ഇതൊക്കെ ഇതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ ചിന്തിക്കണം നമ്മൾ. ഞാൻ തിരിച്ചു വരാം. ശ്രീ ജോജി ജോർ, നമ്മൾ ശ്രീ രാംസിംഹൻ സൂചിപ്പിച്ചതുപോലെ പല ഇപ്പൊ മതങ്ങളുടെ, സമുദായങ്ങളുടെ പല പ്രധാനമായ കാര്യങ്ങളെയും ഇകഴ്ത്തി കാണിക്കുക, അതൊരു പ്രത്യേക അജണ്ടയായി മാറുക, അതിനുവേണ്ടി ചില ഈ കലയെ ഉപയോഗിക്കുക. നമുക്കറിയാവുന്നത് കേരളത്തിൽ ഒരിക്കലും കലയെ ഒരു മനുഷ്യനും അങ്ങനെ കണ്ടിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അങ്ങനെ കാണേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ കുമ്പസാരമാണെങ്കിലും അങ്ങനെ പല കാര്യങ്ങളെയും ഇകഴ്ത്തി കാണിക്കുന്ന ഒരു ശൈലി, അതെങ്ങനെയാണ് താങ്കൾ തോന്നുന്നത്? നിങ്ങൾ ഒരുപാട് ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുള്ള ആളുകളാണ്, എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്? ഇതിന് നമ്മൾ ഈ കാര്യം പറയുമ്പോഴേ മലയാള സിനിമ ഒരു 90 കാലഘട്ടത്തിലെ ആ അവസ്ഥയും കൂടെ നമ്മൾ നോക്കിയിട്ട് ഈ അവസ്ഥയിലോട്ട് വരുമ്പോഴേ നമുക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാകത്തുള്ളൂ. അന്നത്തെ ഞാൻ ഒരു കാര്യത്തിൽ കൂടി ഇടപെടണം. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ 2000-ൽ ഇപ്പോൾ എൻ്റെ ഒരു ഓർമ്മയിൽ നിൽക്കുന്നത് ദാദാ സാഹിബ് എന്ന് പറയുന്ന പടത്തിൽ ഇതുപോലെ ഈ കുമ്പസാരം, അതുപോലെ തന്നെ ഷെവലിയർ പട്ടം, അങ്ങനെയുള്ള സാധനങ്ങൾ അതിനെ ഇകഴ്ത്തി കാണിക്കുന്ന രീതിയിൽ വളരെ മോശമായി ചിത്രീകരിക്കുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അത് കണ്ട സമയത്ത്. അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ വന്ന പല പടങ്ങളിലും ഏറ്റവും എൻഡിലേക്ക് വന്നു കഴിയുമ്പോൾ, അന്നൊക്കെ നമുക്കറിയാം തീവ്രവാദത്തിന്റെ തുടക്ക കാലഘട്ടങ്ങളാണ്, ചർച്ച ചെയ്യപ്പെടാൻ തുടങ്ങിയ കാലഘട്ടങ്ങളാണ്. ആ കാലഘട്ടങ്ങളിൽ പല പടങ്ങളുടെയും എൻഡുകൾ വരുമ്പോൾ ഒരു ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി മറ്റുള്ളവരുടെ തലയിൽ തീവ്രവാദത്തിന്റെ ഒരു കാര്യങ്ങൾ കെട്ടിവെക്കുന്ന രീതിയിലേക്ക് നീങ്ങുന്ന പോലെയുള്ള കാര്യങ്ങൾ അന്ന് സിനിമകളിൽ കണ്ടിരുന്നു. അപ്പോൾ താങ്കൾ ഇപ്പോൾ 90 മുതൽ എടുത്ത് പറഞ്ഞു തുടങ്ങുമ്പോൾ ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഞാൻ 90-ന്റെ പറഞ്ഞതെന്ന് വെച്ചാൽ അന്നത്തെ കാലത്തെ സിനിമകളിലെ നമ്മൾ പുരോഹിത വേഷങ്ങള് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നെടുമുടി വേണു, അല്ലെങ്കിൽ തിലകനെ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ചെയ്യുന്ന അതിൻ്റെ അകത്ത് ഒരു നാട്ടും പ്രദേശത്തെ ഒരു കഥ പറയുമ്പോഴേ ആ പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട അവിടുത്തെ പുരോഗതിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഒരു നന്മയുടെ കഥാപാത്രമായിട്ടാണ് അവിടെ ഒരു പുരോഹിതനെ കാണിക്കുന്നത്. നമ്മൾ മമ്മൂട്ടിയുടെ മൃഗയാണെന്ന് പറഞ്ഞ സിനിമയിലാണേലും തിലകൻ ചെയ്ത കഥാപാത്രം, ഇങ്ങനെയൊക്കെ എടുത്ത് നിരവധി കഥാപാത്രങ്ങൾ എടുക്കാൻ പറ്റും. പക്ഷെ അന്നത്തെ ആ കാലഘട്ടത്തിൽ നമ്മൾ ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഓരോ 90 കഴിഞ്ഞ് 2000 2020 ആകുമ്പോഴത്തേക്ക് ഇന്ന് ഈ ക്രൈസ്തവ സമുദായത്തിലെ പുരോഹിതനെ ആണേലും സിസ്റ്റേഴ്സിന്റെ ആണേലും എല്ലാം ഒരു നെഗറ്റീവായിട്ടുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഒരു വില്ലൻ കഥാപാത്രത്തിനോട് ചേർന്ന് നിൽക്കുന്ന, അവരുടെ ആശയമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു രീതിയിലോട്ടാണ് ഇന്ന് ഈ ഒരു പുരോഹിതനെയാണ് സിസ്റ്റേഴ്സ് ആ ഒരു രീതിയിലായിട്ട് അതിന്റെ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്
സമുദായത്തിലെ ആ കൂതാശകളെ ഇപ്പൊ മുമ്പ് രാമസിംഹം പറഞ്ഞതുപോലെ കുംഭസാരത്തെ അവഹേളിക്കുക, മറ്റു കൂതാശകളെ അവഹേളിക്കുക, വിവാഹത്തെ വളരെ തമാശ രൂപത്തിൽ അവതരിപ്പിക്കുക, വിവാഹം എന്ന കൂതാശ. അതുപോലെ നമ്മൾ അച്ചായൻസ് എന്ന് പറഞ്ഞ ഒരു സിനിമ നമ്മൾ എടുത്തു കഴിഞ്ഞാല് വൈദികനും ഇവരെല്ലാം കൂടെ കൂടിച്ചേർന്നുള്ള വളരെ മ്ലേച്ഛമായ രീതിയിലുള്ള ഇടപെടലും വർത്താനങ്ങളും കാര്യങ്ങളും എല്ലാം കള്ളുകൂടി തമാശ പല വേറെ അർത്ഥം വെച്ചുള്ള സംഭാഷണങ്ങള് അങ്ങനെ ഒരു രീതിയിലോട്ട് പോയി. അതിന്റെയൊക്കെ അതിന്റെ ആ രീതി കൊണ്ടുവരുന്നതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെയൊക്കെ ഒരു പരിശുദ്ധി കളയുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം വെക്കുന്നത്. നമ്മളിപ്പം ഒരു സിനിമ കലയാണെന്ന് പറഞ്ഞ് നമ്മൾ ആസ്വദിക്കുമ്പോൾ കുട്ടികളിൽ അത് എങ്ങനെ എത്തുന്നെന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കണം. ഇതുപോലുള്ള പരിശുദ്ധി കൂതാശകളുടെ പരിശുദ്ധി കളഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഒരു പുരോഹിതന്റെ ശ്രേഷ്ഠതയെ നശിപ്പിക്കുന്ന രീതിയിൽ ഒരു സിനിമ കുറെ അടുപ്പിച്ച് സിനിമകൾ വരുമ്പോൾ ആ യുവതലമുറ ചിന്തിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും, ഇവരൊക്കെ ഇങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു ബോധ്യം അവരിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഈ ഒരു കാലഘട്ടം ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇത്ര സിനിമകൾ ഇറങ്ങുന്നതിന് മുമ്പ് ഇപ്പം സംവിധാന വേഷത്തിലാണേലും തിരക്കഥാ വേഷത്തിലൊക്കെയാണ് ഇപ്പം രംഗത്ത് വന്നിരിക്കുന്നത്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് ഒരു 2010 കാലഘട്ടത്തിൽ ആ ഒരു UPA സർക്കാരിന്റെ രണ്ടാമത്തെ ടേമിലൊക്കെ ഇവിടുത്തെ മലയാള ഇറങ്ങിയ സിനിമകളുടെ നിർമ്മാതാക്കളുടെ പേരുകളൊക്കെ ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് എല്ലാം ഒരു പ്രത്യേക സമുദായത്തിലെ അംഗങ്ങളായിരുന്നു. അതെല്ലാം 1-2 പടങ്ങൾ മാത്രമേ അവർ പ്രൊഡ്യൂസ് നിർമ്മിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അത് ഈ പറഞ്ഞ പോലെ സെഞ്ചുറി ആണേലും ജൂബിലി ആണേലും സെവനാൻസിൽ അതായത് ആ കാലം അവരൊന്നും സിനിമ സ്വർഗചിത്രയാണേലും ഇവരെല്ലാം ആ ഫീൽഡിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ ഒരു ഗ്യാപ്പ് വന്നപ്പം ആ ഗ്യാപ്പ് സൃഷ്ടിച്ചുകൊണ്ട് അവിടെ എല്ലാം 1, 2, 3 സിനിമകൾ എടുക്കുക, ഈ പറഞ്ഞ പോലെ ബിഗ് ബഡ്ജറ്റിൽ എടുക്കുക. അപ്പൊ ഒരു വേറൊരു രീതിയിൽ കൊണ്ടുവരുന്ന കാശിനെ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് വെളുപ്പിച്ചെടുക്കുന്ന ഒരു രീതിയിലോട്ട് അത് മാറിയായിരുന്നു അന്ന്. പക്ഷെ അവര് സംവിധാനം ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല, സംവിധാനവും തിരക്കഥാ മേഖലകളിലൊന്നും അത്ര അവർ ആ രീതിയിലോട്ട് വന്നില്ല. പക്ഷെ ഇപ്പം വരുമ്പോഴേ കേന്ദ്ര സർക്കാരിന്റെ പല ഇടപെടലുകളും കൊണ്ട് സാമ്പത്തിക മേഖലകളിൽ അവർക്ക് ആ രീതിയിൽ വിനിയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ ഈ പറഞ്ഞ പോലെ സംവിധാന വേഷത്തിലും തിരക്കഥാ വേഷത്തിലും ഒക്കെയാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു അജണ്ട ഇങ്ങനെ കാലങ്ങളായിട്ട് അവർ പയ്യെ നടത്തിക്കൊണ്ട് വരുന്നുണ്ട്. അത് പലര് വഴി ഇപ്പൊ എനിക്ക് തോന്നുന്ന നമ്മുടെ സൂപ്പർ താരം അതിൻ്റെ അകത്ത് അറിഞ്ഞാണോ അറിയാതെയാണോ, പക്ഷെ പുള്ളി ചിലപ്പോൾ ശ്രദ്ധിച്ച് കാണത്തില്ലായിരിക്കും, പക്ഷെ ഇതിനകത്ത് പെട്ടുപോയി. ഇനിയപ്പം ഈ ഇപ്പോഴത്തെ യുവ നടന്മാരാണേലും മെഗാസ്റ്റാറുകളാണേലും സിനിമ പിടിക്കാൻ വരുന്ന ആളുകൾ സംവിധായകൻ ആരാണ്, തിരക്കഥാകൃത്ത് ആരാണ്, നിർമ്മാതാവ് ആരാണ്, ആരാണ് ഇവരുടെ പുറകിൽ നിന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അഭിനയിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇനിയും കൂടുതൽ ഇതുപോലുള്ള അബദ്ധങ്ങളിലേക്ക് അവര് ചെന്ന് ചാടും അല്ലെങ്കിൽ എന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. ശ്രീ ആദർശ് കുനിയില്ലം, നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സാമുദായികമായ പോളറൈസേഷൻ സൃഷ്ടിക്കുകയും യുവാക്കളുടെ മുന്നിൽ ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തെ തകർക്കുന്ന തരത്തിലുള്ള ഡ്രഗ്, അതുപോലെ മാഫിയ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക്, അതുപോലെ ഗുണ്ടായിസങ്ങൾ, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളിലേക്ക് ആളുകളെ തള്ളിയിടാൻ, പ്രത്യേകിച്ചും യുവജനങ്ങളെ തള്ളിയിടാൻ ശ്രമിക്കുമ്പോൾ ഒരു നാടിന് തന്നെ അതൊരു ദോഷമായി മാറുന്ന കാഴ്ചയല്ലേ ശരിക്കും ഉള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ അജണ്ടകൾക്ക് പിന്നിൽ, ഇത്തരം അജണ്ടകളോടുകൂടി സിനിമകൾ ചെയ്യുന്നതിന് പിന്നിൽ എന്താണെന്നാണ് താങ്കൾക്ക് തോന്നിയിട്ടുള്ള ഒരു ഡ്രഗ് മാഫിയയുടെ അങ്ങനെയൊക്കെയുള്ള ഒരു വളരെ വലിയ ഇൻഫ്ലുവൻസ് ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായും. ആദ്യമായി എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മള് ഈ കമ്മ്യൂണിസത്തിന്റെ ആഗോളതലത്തിലുള്ള വളർച്ചയെടുത്ത് നോക്കുമ്പോൾ അതിന് കാരണമാകുന്ന 2 പ്രധാന ഘടകങ്ങളുണ്ട്. പിന്നെ അതിൽ പ്രധാനമായിട്ടും സ്റ്റേറ്റ് സ്പോൺസേഡ് പ്രൊപ്പഗാൻഡ, അതായത് നമ്മുടെ രാജ്യത്തിന്റെ പിന്നെ ഇത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ കമ്മ്യൂണിസത്തിന്റെ ആശയങ്ങൾ സ്പ്രെഡ് ചെയ്യാം. രണ്ടാമത്തത് ഭരണപക്ഷ വിരുദ്ധ വികാരങ്ങളെ അടിച്ചമർത്താനുള്ള ഒരു ബ്രൂട്ടൽ പോലീസ് ഫോഴ്സ്. ഇത് രണ്ടുമാണ് കമ്മ്യൂണിസ്റ്റ് നയത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഇതെന്ന് പറയുന്നത്, രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ ഒരു രീതി എന്ന് പറയുന്നത് ലെഫ്റ്റ് ലിബറലിസം, കുറച്ചുകൂടി നമ്മൾ ഓപ്പൺ സൊസൈറ്റി, ഇങ്ങനെ പല കാര്യങ്ങളും അവരിങ്ങനെ ഘോഷിച്ച് പറയുന്ന ഒരു ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പല ആന്റി സോഷ്യൽ എലമെന്റുകളും നമുക്ക് ഒളിച്ചു കടത്താൻ ഒരു വലിയ ഉപാധിയാണ് ഈ പ്രൊപ്പഗാൻഡ സിനിമകൾ എന്ന് പറയുന്നത്. ഇത്തരം സിനിമകള്, ഈ പ്രൊപ്പഗാൻഡ സിനിമയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ 2 മണിക്കൂറിനകം തന്നെ നമുക്ക് ഒരു 20 ലക്ഷം 30 ലക്ഷം ആളുകളിലേക്ക് എത്താൻ പറ്റുന്ന ഒരു മാസ് മീഡിയ, മാസ് ഇൻഫ്ലുവൻസിങ് മീഡിയ ആണ്. അതുകൊണ്ട് തന്നെ ചെറിയ ആശയങ്ങൾ, ചില സ്പാർക്ക് ഓഫ് തോട്ട്സ് അത് ജനങ്ങളിലേക്ക് എത്തിക്കാം. അത്
അവരുടെ മനസ്സുകളിലേക്ക് ഇൻജെക്ട് ചെയ്യാം, അവരിലെ ആന്റി സോഷ്യൽ എലമെന്റുകളെ സ്പ്രെഡ് ചെയ്യാം, പ്രൊപ്പഗേറ്റ് ചെയ്യാം. ഇതിനൊക്കെ വേണ്ടിയുള്ള ഒരു വലിയൊരു മീഡിയയായി മലയാളം സിനിമ മാറിക്കൊണ്ടിരിക്കുകയാണ്. സിനിമ ഇൻ ജനറൽ, മലയാളത്തിൽ മാത്രം പറയാൻ ഞാൻ അതിനെ ഇത് പറയുന്നില്ല, പക്ഷെ സിനിമയിൽ ഒരുപാട് എലമെന്റ്സ് മലയാളത്തിലും ഇതര ഭാഷകളിലും ഉണ്ട്. അത് നമ്മൾ കുറെ വർഷങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണ് ഈ ഡ്രഗ്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ കാണുന്നുണ്ട്. ഇനി വേറെ 2-3 കാര്യങ്ങൾ കൂടി ഞാൻ പറയാം. അതായത് നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് പിന്നെ ഇസ്രായേൽ പാലസ്തീൻ വിഷയം എന്ന ആഗോളതലത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ്. നമ്മളൊരു 1913 കാലഘട്ടത്തിൽ തുർക്കി ഇൻഡിപെൻഡന്റ് ആയിരുന്നു. തുർക്കി ഇൻഡിപെൻഡന്റ് ആയി അന്ന് അട്ടാതുർക്കിന്റെ അദ്ദേഹം ഒരു ലെഫ്റ്റ് ഐഡിയോളജിയിലുള്ള ഒരു വ്യക്തിയായിരുന്നു. ആയതിനു ശേഷം തുർക്കി സ്റ്റേറ്റ് ഫോം ചെയ്തതിന് ശേഷം ഖിലാഫത്ത് റൂളിൽ നിന്ന് പുറത്തു വന്ന് തുർക്കി സ്വതന്ത്ര തുർക്കി സ്റ്റേറ്റ് ഫോം ചെയ്തതിന് ശേഷം അവിടെ അന്ന് സിനിമയില്ല, അന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ വിഷ്വൽ മീഡിയ ഇല്ല, അന്ന് പ്രിന്റ് മീഡിയ ആണ്. ഈ പ്രിന്റ് മീഡിയയിൽ പിന്നെ ഈ ഇത്തരം അജണ്ടകൾ, അതായത് ആന്റി സിയോണിസ്റ്റ് അജണ്ടകൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഇതാണ് ഈ ഇസ്രായേൽ അറബ് പ്രശ്നം ഇത്രയും വഷളാക്കാനുള്ള ഒരു കാരണം. അപ്പൊ ലിബറൽ എലമെന്റ്സിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ആന്റി സോഷ്യൽ, ആന്റി നാഷണൽ സെന്റിമെന്റ് കടത്തിവിടുക എന്ന് പറയുന്നത് ഒരു ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു അജണ്ടയാണ്. അത് നമ്മുടെ സൊസൈറ്റി ഇന്ന് മനസ്സിലാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇതാണ് എനിക്ക് ആദ്യമായി തന്നെ പറയാനുള്ളത്. അല്ല, സൊസൈറ്റി അത് മനസ്സിലാക്കുന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 2-3 വർഷമായിട്ട് ഓരോ സിനിമകളെയും പോസ്റ്റ്മോർട്ടം നടത്തുന്നത് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ചില എലമെന്റുകൾ അത് ഏച്ചു കെട്ടിയതായിട്ട് ഫീൽ ചെയ്യുന്നു. കാരണം ഞാൻ അത് ആദ്യം പറഞ്ഞത്, നമ്മൾ ലോകം മുഴുവനുമുള്ള പടങ്ങൾ കാണുന്നവരാണ് ഇപ്പോൾ മലയാളികൾ. മലയാളികൾക്ക് ഓരോ പടത്തിന്റെ നിലവാരം എന്താണെന്നറിയാം, അത് വളരെ കൃത്യമായിട്ട് വേർതിരിച്ചറിയാനും അറിയാം. അതിൻ്റെ ഉള്ളിൽ, ഒരു പടത്തിൻ്റെ ഉള്ളിൽ ചില ഏച്ചുകെട്ടലുകൾ നടക്കുമ്പോൾ നമ്മൾ സംശയിക്കുന്നു ഇതിൻ്റെ ഉള്ളിൽ സംതിങ് റോങ് അത് നടന്നിട്ടുണ്ടോ എന്ന്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാരണം സിനിമ എന്ന് പറയുന്ന ഒരു വലിയൊരു മാധ്യമമായതുകൊണ്ട് തന്നെ അതിൽ ചില കാര്യങ്ങൾ കടത്തിവിട്ട് ജനമനസ്സുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ, അല്ലെങ്കിൽ ജനമനസ്സുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ എളുപ്പമാണ്. എത്രയും സ്വാധീനം പിന്നെ പൊതു മനസ്സുകളിൽ ചെലുത്തുന്ന വേറൊരു മാധ്യമം നമുക്ക് കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ചിലരുടെ പ്രത്യേക അജണ്ടയുടെ ഭാഗമാണെന്നാണ് താങ്കൾ പറഞ്ഞത്. പ്രത്യേക അജണ്ടകൾക്ക് അവർ ലിബറലിസം എന്ന് പറയുന്ന ഒരു ഇത് കൂടുന്നു, അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന മൂടുപടലം അണിഞ്ഞുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ കടത്തിവിടുന്നു. ഒന്നാമത് ഞാൻ പറയുന്നത്, സിനിമ എന്ന് പറയുന്നത് വളരെ ഒരു വലിയൊരു ഇൻഡസ്ട്രിയാണ്. അത് ലെസ് റെഗുലേറ്റഡ് ആണ്. നമുക്കൊരു സെൻസർ ബോർഡ് ഉണ്ടെങ്കിൽ തന്നെ സെൻസർ ബോർഡിനെതിരെ നമുക്ക് അറിയാം, എപ്പോഴും എന്തെങ്കിലും സെൻസർ ബോർഡ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ല, ഇന്ത്യ അങ്ങനെയാണ്, ഭാരതം ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ഇത് വളരെ എളുപ്പമായി വലിയൊരു വിഭാഗം ജനങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ചില ഹിഡൻ അജണ്ടകൾ കടത്തിവിടാൻ ഒരു വലിയ ഉപാധിയാണ് സിനിമകൾ. അതുകൊണ്ടാണ് സിനിമയെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ആന്റി സോഷ്യൽ എലമെന്റുകൾ കടത്തിവിടുന്നത്. ശ്രീ ജോജി ജോർജ്, ഒരു രീതിയിൽ പറഞ്ഞാൽ മലയാള സിനിമ മറ്റൊരു തലത്തിലേക്ക് മാറുന്നതിന്റെ ഒരു സൂചനയാണോ ഇപ്പോൾ ഇങ്ങനെയുള്ള അജണ്ടകളിലൂടെ പടങ്ങൾ? ഇപ്പൊ നമ്മളൊരു 2-3 വർഷമായേ ഉള്ളൂ ഇപ്പൊ നമ്മൾ പടങ്ങൾ ഈ രീതിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സബ്ജക്റ്റുകൾ വരുന്നതും എല്ലാം ചില ഫണ്ടിങ്ങിന്റെ ഭാഗമായി മലയാള സിനിമ മറ്റൊരു തലത്തിലേക്ക് മാറുന്നതിന്റെ സൂചനയായിട്ട് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഞാനത് നമ്മളത് ഈ ഒരു ഇറങ്ങിയ കുറച്ച് പടങ്ങളുടെ ലിസ്റ്റ് എടുത്ത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാല് അപ്പൊ നമ്മൾ ഈ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ അത് വെച്ച് നമുക്ക് നോക്കാൻ സാധിക്കില്ല. ഒരു പ്രത്യേക ലക്ഷ്യം വെച്ചുകൊണ്ട് ചില മതങ്ങളെയോ ചില ആശയങ്ങളെയോ ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറങ്ങുന്നതായിട്ട് നമുക്കത് തോന്നും. ഹിന്ദുക്കളുടെ ചില ആചാരങ്ങളെയോ അല്ല ഹിന്ദു മതത്തെ അവരുടെ സംസ്കാരത്തെയോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ ചില കൂദാശകളെയോ ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവരൊരു ഒരു വശത്ത് മറ്റൊരു രീതിയിൽ ഒരു പ്രത്യേക സമുദായത്തെ നല്ല കഥാപാത്രങ്ങൾ കൊടുത്ത് സമൂഹത്തിൽ അവതരിപ്പിക്കുകയും മറ്റ് സമുദായങ്ങളെ അതിലെ ആൾക്കാരെ മോശമായ രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഒരു സമൂഹത്തിൽ ഒരു വിഭാഗീയത സൃഷ്ടിക്കാനുള്ള ശ്രമം ഇവിടെ നടക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രത്യേക മാഫിയയും ഒരു വിദേശത്തുനിന്ന് വരുന്ന ഫണ്ടിന്റെ കാര്യങ്ങളും
ചില അജണ്ടകൾ വെച്ചുള്ള ഒരു പ്രവൃത്തിയാണിത്. അതിന്റെ ഇടയിൽ ഈ പറഞ്ഞ പോലെ മയക്കുമരുന്ന് മാഫിയയുടെ ഒരു ബന്ധവും ഇതെല്ലാം കൂടെ പുതിയ പുതിയ സംവിധായകരുടെയും തിരക്കഥാകൃത്തുക്കളുടെയും ഒക്കെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന അജണ്ടകൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെയാണ് നമുക്കൊരു ഈ വാര്യം കുന്നിന്റെ ഒരു സിനിമയൊക്കെ എടുക്കാൻ പോയി അത് വിവാദമായി ഇടയ്ക്ക് വെച്ച് അത് നിർത്തേണ്ടിയൊക്കെ വന്നതാണ്. കാരണം ഇങ്ങനെ ഒരു എതിർപ്പ് സമൂഹത്തിൽ നിന്നുണ്ടാവുമെന്ന് അവർ അന്ന് പ്രതീക്ഷിച്ചില്ല. അവര് കുറച്ച് 2-3 പടങ്ങളൊക്കെ ഇറക്കി അത് അത്ര ആൾക്കാർ വിമർശിക്കാൻ പോയില്ല. എന്നാൽ നമ്മൾ അടുത്ത ഒരു സ്റ്റെപ്പിലോട്ട് പോകാമെന്നുള്ള രീതിയിലോട്ട് വന്നപ്പോഴാണ് വാര്യംകുന്നിന്റെയൊക്കെ സിനിമ വരികയും ആൾക്കാർ അത് മനസ്സിലാക്കി വലിയ രീതിയിൽ അത് വിമർശനം കൊണ്ടുവരികയും ചെയ്തപ്പോൾ അവരിന്ന് കുറച്ച് പുറകോട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ എന്നാലും അവരുടെ അജണ്ടകൾ അവരെ എങ്ങനെയും ഒക്കെ സമൂഹത്തിൽ എത്തിക്കാനായിട്ട് അവർ ശ്രമങ്ങൾ നടത്തും. അത് നമ്മളത് ജാഗരൂകരായിട്ട് ഇരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ആൾക്കാരും സാമ്പത്തിക സഹായവും ഗവൺമെന്റിന്റെ പിന്തുണയും സാംസ്കാരിക നായകരുടെ പിന്തുണ എല്ലാം അവർക്കാണ്. നമ്മൾ ആൾക്കാർ ഈ കാര്യത്തിൽ കൂടുതൽ ജാഗ്രതയോടെ ഇരിക്കുക. ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പം നമുക്ക് പറ്റുന്ന രീതിയിൽ പ്രതികരിക്കുക, സമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്നേ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ശ്രീ ആദർശ്, പൊളിറ്റിക്കൽ പാർട്ടികളുടെ ഇൻവോൾവ്മെന്റ് നമുക്കറിയാവുന്ന പോലെ ഈ പടങ്ങളിൽ ഇത്തരത്തിലുള്ള പടങ്ങൾ ഇറങ്ങുന്നതിൽ എത്രത്തോളം ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്? പൊളിറ്റിക്കൽ പാർട്ടികളുടെ ഇൻവോൾവ്മെന്റ് ഈ സിനിമകളിൽ മാത്രമല്ല എല്ലാ തലങ്ങളിലും ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. പിന്നെ ഇനി ഞാൻ ഒരു ചെറിയൊരു എക്സാമ്പിൾ കൂടി പറയാം. അതായത് സിനിമ നമ്മൾ ഇത്രയും ചർച്ചാ വിഷയമാക്കുന്നത് സിനിമ വിസിബിൾ ആണ്. കുറച്ചുകൂടി നമുക്കത് കൃത്യമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. നമുക്കത് ഒരു വലിയൊരു വിഭാഗത്തെ അതിനെ എഫക്ട് ചെയ്യുന്നുണ്ട് എന്ന് നമുക്കത് കൃത്യമായി വിസിബിൾ ആണ് സിനിമയിൽ. പക്ഷെ വിസിബിൾ അല്ലാതെ പല കാര്യങ്ങളും പല മേഖലകളിലും ഈ പറയുന്ന ഹിഡൻ അജണ്ട പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയാം, എന്നിട്ട് വീണ്ടും ഞാൻ സിനിമയിലേക്ക് വരാം. നമ്മൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നറിയില്ല, 10ാം തരത്തിലെ കേരള സർക്കാരിന്റെ പാഠാവലി സോഷ്യൽ സയൻസ് പാഠാവലിയില് ഇപ്പോ ഈ പരാമർശിക്കപ്പെടുന്ന ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം പാലസ്തീൻ അനധികൃതമായി ഒക്യുപ്പൈ ചെയ്തു എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ഇതൊന്നും നമ്മൾ വിസിബിൾ അല്ല. ഞാൻ ഈ ചർച്ചയിൽ ഇത് എടുക്കാനുള്ള കാരണം സിനിമ ഒരു വിസിബിൾ മീഡിയമാണ്, മാസ് മീഡിയമാണ്. അതുകൊണ്ട് തന്നെ അതില് പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് അതില് ഇൻവെസ്റ്റ് ചെയ്യാം. ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. ഹിഡൻ അജണ്ടകൾ അതിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യാനും അവരുടെ ചില കാര്യങ്ങൾ ആ സിനിമയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അവർക്ക് ഈ പറയുന്ന ആന്റി സോഷ്യൽ എലമെന്റ്സ്, അല്ലെങ്കിൽ ഈ കള്ളക്കടത്തൊക്കെ നടത്തില്ലേ, ഒരുതരം കള്ളക്കടത്ത് തന്നെയാണ് സിനിമയിലൂടെയും ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പല പല ആന്റി സോഷ്യൽ എലമെന്റുകൾ അതിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുക, ഇതിനെ മഹത്വവൽക്കരിക്കുക. ഇത്തരത്തിലുള്ള ആന്റി സോഷ്യൽ എലമെന്റ്സിനെ മഹത്വവൽക്കരിച്ചുകൊണ്ട് യുവാക്കളെയും പൊതുജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുക. ഇതാണ് അവരുടെ അജണ്ട. ഈ അജണ്ടയിൽ ഞാൻ പറഞ്ഞ പോലെ ഈ അജണ്ട വളരെ എളുപ്പമായി വളരെ അധികം ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഒരു മാധ്യമമാണ് സിനിമ. അതുകൊണ്ടാണ് ഇത് ഉപയോഗിക്കപ്പെടുന്നത്. അതിലത് പൊളിറ്റിക്കൽ പാർട്ടീസ് അതിന്റെ ഫണ്ട് ചെയ്യുന്നുണ്ട്. കാരണം കാരണം എന്ന് പറയുന്നത് ഈ ബ്ലാക്ക് മണികൾ ഏറ്റവും കൂടുതൽ പിന്നെ ഇൻവോൾവ് ചെയ്യുന്നത് സിനിമ ഇൻഡസ്ട്രിയിലാണ്. കാരണം ബ്ലാക്ക് വൈറ്റ് ആക്കാൻ പറ്റുന്നത് ഏറ്റവും വലിയൊരു ഇത് സിനിമയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമ്മൾ എത്രയോ പ്രൊഡ്യൂസേഴ്സിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിപ്പിച്ചിട്ടുണ്ട് ഈ കള്ളപ്പണം വെളുപ്പിക്കലുമായിട്ട് സംബന്ധിച്ച്. അതൊക്കെ നമുക്കറിയാം. ഈ പല ഫണ്ടിങ്ങുകളും വന്നിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നാണ്, വിദേശ അറബ് രാജ്യങ്ങളിൽ നിന്നാണ്. ആ അറബ് രാജ്യങ്ങൾ അവരുടെ അജണ്ട, അവരുടെ പിന്നെ കാര്യങ്ങൾ, അവർക്ക് നല്ലതാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ, ആന്റി നാഷണൽ എലമെന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പണം ഇറക്കുന്നു. ഇവിടെ അതിനു വേണ്ടിയിട്ട് പേരിന് ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഉണ്ടാവും. അദ്ദേഹം ഒരു പേര് നാമധാരി മാത്രമായിരിക്കും. ഫണ്ട് പല ഭാഗങ്ങളിൽ നിന്ന് വരുന്നു, പല അക്കൗണ്ടുകളിലൂടെ വരുന്നു. അതാണ് ഇപ്പൊ പല മലയാള സിനിമകളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുള്ള പ്രോസസ്സാണ്. അതില് പിന്നെ തീർച്ചയായും ഇപ്പൊ കേന്ദ്ര സർക്കാർ അതിനുള്ള അന്വേഷണമൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. അപ്പോൾ താങ്കൾ പറയുന്നത് പല മാധ്യമങ്ങളിലൂടെ നടത്താൻ ശ്രമിക്കുന്ന ചില അജണ്ടകൾ അതിൽ ഒന്ന് സിനിമയിലൂടെ നടക്കുന്നു. ഒന്ന് മാത്രമല്ല, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാധ്യമം സിനിമയാണ്. പല മാധ്യമങ്ങളിലൂടെ ഈ അജണ്ട നടക്കുന്നുണ്ട്. ചിലത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, പലതും നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ പാഠാവലിയുടെ ഉദാഹരണം തന്നെ പറയാം. 10ാം ക്ലാസ്സിലെ കുട്ടിക്ക് ഇസ്രായേൽ അറബ് വാറിനെ പറ്റി പഠിക്കേണ്ട എന്ത് കാര്യമാണുള്ളത്? ഇനി പഠിച്ചോട്ടെ, വിദേശ രാജ്യത്ത് നടക്കുന്ന ഒരു കാര്യം. പക്ഷെ ഇപ്പോഴും ഒരു ഇന്റർനാഷണൽ നിയമപ്രകാരം ഒരു ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ള ഒരു ക്ലോസിനെ കേരള സർക്കാർ അല്ലെങ്കിൽ കേരള സർക്കാർ പാഠാവലിയിൽ എങ്ങനെയാണ്
ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം പാലസ്തീൻ ഒക്യുപ്പൈ ചെയ്യപ്പെട്ടതാണെന്ന് എഴുതപ്പെടുന്നത്. അത് ശരിയല്ലല്ലോ. അപ്പൊ ചരിത്രത്തെ അല്ലെങ്കിൽ എന്ത് വിഷയമാണെങ്കിലും ആ വിഷയം കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കണം. അല്ലാതെ അതിലൊരു ഹിഡൻ അജണ്ട നമ്മൾ പോലും അറിയാതെ പല മേഖലകളിലായിട്ട് നടക്കുന്നുണ്ട്. അതില് പല രാഷ്ട്രീയ കക്ഷികൾക്കും അതിൽ ഇൻവോൾവ്മെന്റ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിൽ ഇൻവോൾവ് ചെയ്ത ഫണ്ടിങ് തന്നെയാണ്. അതിപ്പോ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് കേന്ദ്ര സർക്കാർ അതിന്റെ പിന്നാലെയാണ്. അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോ കേരളത്തിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ശ്രീ ജോജി ജോർജ്, ഇതിനെതിരെയുള്ള പ്രതികരണം അത് നമ്മൾ അത് ഏത് തലത്തിലേക്ക് മാറണമെന്നാണ് താങ്കൾ ചിന്തിക്കുന്നത്? അപ്പോൾ താങ്കളെപ്പോലുള്ള ആളുകൾ ഇതിനെതിരെ വളരെയധികം പ്രതികരിക്കുന്ന ആളുകളാണ്. അപ്പോൾ മൊത്തത്തിൽ കേരള സമൂഹത്തിൽ നിന്നുള്ള, അതുപോലെ തന്നെ പർട്ടിക്കുലർലി ഈ അഫക്റ്റ് ചെയ്യപ്പെടുന്ന കമ്മ്യൂണിറ്റികളിൽ നിന്നുള്ള പ്രതികരണം എത്രത്തോളം തീവ്രമാകണമെന്നാണ് താങ്കൾ ഇനിയും ഇത് ഇല്ലാതാകുന്ന രീതിയിലേക്ക് മാറണമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, തീവ്രമാകുക എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ പോലെ തീവ്രമായിട്ട് ഒരു വർഗീയ ഇതിൽ കണ്ടുകൊണ്ട് വിഭാഗീയത സൃഷ്ടിക്കുന്ന രീതിയിലാകരുത്. ഒരു പ്രത്യേക ഒരു സമുദായത്തിൽ അവരെല്ലാവരും അങ്ങനെ ആണെന്നുമല്ല. പക്ഷെ നമ്മൾ ഇതിനെതിരെ ജാഗരൂകരായിട്ട് തന്നെ ഇരിക്കണം. കാരണം ഇപ്പം മുമ്പ് പറഞ്ഞ വ്യക്തി പറഞ്ഞതുപോലെ തന്നെ ഇതൊരു സിനിമ അവരുടെ ഇത് തന്നെ ഒരു മേഖല മാത്രമാണ്. മറ്റും പല മേഖലകളിൽ കൂടി അവർ ഈ അജണ്ടകൾ അവരുടെ കടത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ നമ്മളത് കൂടുതൽ ജാഗരൂകരായി ഇരുന്നു കൊണ്ട് ഇതിനെതിരെ നമ്മൾ പ്രതികരിക്കുകയും ഈ നമ്മുടെ സമൂഹത്തിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം നടത്തുകയും വേണം. അല്ലാതെ നമ്മള് ഇത് ഒറ്റപ്പെട്ട സംഭവമാണ്. ഇപ്പൊ കുറച്ചു കാലങ്ങളായിട്ട് പറഞ്ഞത് എന്ത് വന്നാലും ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയും. പക്ഷെ മറ്റൊരു സമുദായത്തിന്റെ കാര്യം വരുമ്പോൾ അത് ഒറ്റപ്പെട്ട സംഭവം ആകാതെയും അവിടെ വലിയൊരു നമ്മൾ ശ്രദ്ധിച്ചറിയാം എല്ലാ രാഷ്ട്രീയ കക്ഷികളും അവരുടെ കൂടെ നിൽക്കുകയും അതിനെതിരെ അതൊരു വേറൊരു സംഘപരിവാർ ഭീകരതയാണ്. എല്ലാത്തിന്റെ പിന്നിൽ സംഘപരിവാറാണ്. അല്ലെങ്കിൽ നമ്മളെ ഏത് വിഷയം വന്നാലും പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂതന്മാരാണ് അമേരിക്ക എന്നൊക്കെ പറയുമായിരുന്നു. ഏത് വിഷയം വന്നാലും ജൂതനാണ് ഇതിന്റെ പിന്നിൽ അത് ജൂതന്റെ മാറി ഇപ്പൊ സംഘപരിവാറായി എന്നായാലും ഇപ്പൊ. പക്ഷെ അവരത് അങ്ങനെ പറയും. അവരുടെ ഒരു വിഷയം വരുമ്പോൾ അവരങ്ങനെ സമൂഹത്തിൽ അവതരിപ്പിക്കുക, സോഷ്യൽ മീഡിയ വഴി ഒരു വലിയ മൂവ്മെന്റ് കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ അതേസമയം തിരിച്ചു വരുമ്പോഴേ മറ്റു സമുദായങ്ങളിലെ കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, രാഷ്ട്രീയ കക്ഷികളെല്ലാം അവരുടെ കൂടെ ആയിരിക്കും. അതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യം പറഞ്ഞുകൊണ്ടായിരിക്കും, മറ്റു പല കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടായിരിക്കും. ഇത് കേരളമാണ്, ഇവിടെ കേരളത്തിൽ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളൊരു പുതിയ വാക്കുകളൊക്കെ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു. ഇത് കേരളമാണ്. അപ്പൊ അങ്ങനെയുള്ള ചില രാഷ്ട്രീയ കക്ഷികളെ പിന്തുണയെല്ലാം കൊണ്ട് അവർക്ക് എന്തും ആകാമെന്നുള്ളൊരു സ്ഥിതിയാണുള്ളത്. പക്ഷെ നമ്മുടെ ഉള്ള ഒരു ഇത് വെച്ച് നമ്മുടെ സമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അല്ലാതെ അവരെ പോലെ തിരിച്ച് നമുക്കൊരു സിനിമ നിർമ്മിക്കാനോ മറ്റു രീതികളിലോ ഒന്നും പോകാൻ നമുക്ക് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഷെക്കിനകത്ത് ഇപ്പം നിങ്ങൾ ചെയ്യുന്നത് പോലെ മറ്റു സോഷ്യൽ മീഡിയ ആണേലും മറ്റ് നമ്മുടെ സമുദായ നേതൃത്വമാണേലും ഇതുപോലുള്ള കാര്യങ്ങൾ കൂടുതൽ ജാഗരൂകരായിട്ട് നിന്നുകൊണ്ട് പറ്റുന്ന മേഖലകളിൽ കൂടിയെല്ലാം സമൂഹത്തെ ബോധ്യപ്പെടുത്തുക, സമുദായത്തിലെ മറ്റംഗങ്ങളെ ബോധ്യപ്പെടുത്തുക. ഇങ്ങനൊരു വിഷയമുണ്ട്, ഇങ്ങനെ സമൂഹത്തിൽ ഇങ്ങനെ സംഭവം നടക്കുന്നുണ്ടെന്നുള്ള കാര്യം സമൂഹത്തിൽ ബോധ്യപ്പെടുത്തണം. അത് അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അവർക്ക് മനസ്സിലാകും. ഞാൻ വേറെ കാര്യങ്ങളൊന്നും നമ്മൾ കുറച്ചു മുമ്പ് ഒരു ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വലിയൊരു ഇത് കൊണ്ടുവന്നായിരുന്നു. നമ്മളത് സമൂഹത്തെ ബോധ്യപ്പെടുത്തി കാര്യം കഴിഞ്ഞപ്പോൾ ഇപ്പൊ അത്ര അങ്ങോട്ട് ആ ഒരു കാര്യത്തിൽ അവരങ്ങോട്ട് സ്ട്രിക്റ്റ് ആയിട്ട് വരുന്നില്ല. മറ്റ് പ്രത്യേക ഒരു ബോർഡ് വെച്ചോണ്ട് ആ ഒരു ഭക്ഷണത്തിൻ്റെതായിട്ടുള്ള ഒരു ഇത് കൊണ്ടുവരാൻ ശ്രമിച്ചായിരുന്നു. അന്ന് കേരളത്തിലെ എല്ലാ ജനങ്ങളും ഒന്നിച്ചു നിന്നുകൊണ്ട് അതിനെതിരെ പക്ഷെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ കക്ഷികളൊക്കെ അവരുടെ കൂടെ ആയിരുന്നു. നമ്മൾ സാധാരണ ജനങ്ങളെല്ലാം ഒരുമിച്ച് നിന്ന് പ്രതികരിച്ചതിന്റെ ഫലമായിട്ട് അത് ഇച്ചിരി ഒന്ന് ഇപ്പം പുറകോട്ട് മാറിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ മേഖലകൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ നിന്നുകൊണ്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ ഇതിനെതിരെ ബോധവൽക്കരണം നടത്തുകയും പ്രതികരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇവര് കുറച്ച് പുറകോട്ട് പോകുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ കാര്യത്തില്. പിന്നെ അവരുടെ വേറൊരു മേഖലയെ കൂടി അവർ തിരിച്ചു വരാം. അപ്പൊ അത് നമ്മൾ ശ്രദ്ധയോടെ ഇരിക്കണം. സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന രീതിയിൽ ഫണ്ടിങ് വരികയും ആ ഫണ്ടിങ് ഉപയോഗിച്ച് കൃത്യമായ അജണ്ടകളോടുകൂടി സമൂഹത്തിൽ പോളറൈസേഷൻ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ വളരെ ദയനീയമായ വസ്തുതകളാണ്. അപ്പോൾ ഇതിനെതിരെ ഏത് രീതിയിലുള്ള പ്രതികരണമാണ് നടത്താൻ കഴിയുന്നതെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? ഇനി ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ കഴിഞ്ഞ കുറച്ചു നാളായിട്ട് റിലീസ് ചെയ്ത ചില ചിത്രങ്ങളുണ്ട്. കേരള സ്റ്റോറിയുടെ വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാം. കേരള സ്റ്റോറി പോലെ തന്നെ വടക്കേ ഇന്ത്യയിലും അല്ലെങ്കിൽ ഇന്ത്യയിൽ മുഴുവൻ ഹിറ്റായ ഒരു സിനിമയാണ് ആർട്ടിക്കിൾ 370.
ആർട്ടിക്കിൾ 300, ഞാനൊരു എക്സാമ്പിൾ പറയാൻ വേണ്ടിയിട്ട് ഇത് എടുക്കുകയാണ്. ആർട്ടിക്കിൾ 370 എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമകളിൽ ഒന്നാണ്. ഈ ചിത്രം കേരളത്തിൽ എത്രമാത്രം തിയേറ്ററുകളിൽ ഓടി എന്ന് ആലോചിച്ചാൽ മാത്രം മതി നമുക്ക് ഈ വിഷയത്തിന്റെ ഒരു ഗുരുതരാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ. കാരണം ആർട്ടിക്കിൾ 370 കശ്മീർ വിഷയമായിരുന്നു. കശ്മീരിൽ 370 എടുത്തു കളഞ്ഞതിന് ശേഷം കശ്മീരിൽ ഉണ്ടായ മാറ്റങ്ങളും ആ എടുത്തു കളയാനിടയായ സാഹചര്യങ്ങളും ഒക്കെയാണ് ആ സിനിമയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഈ സിനിമ ഇവിടെ കാണിക്കാൻ ഈ സിനിമയ്ക്ക് ഇവിടെ തിയേറ്റർ വേണ്ടത്ര കിട്ടിയിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ കശ്മീർ വിഷയത്തെ തന്നെ എടുക്കുകയാണെങ്കിൽ തന്നെ പല തലത്തിലുള്ള, എസ്പെഷ്യലി ഖത്തർ മാഫിയ തന്നെ ഞാൻ എടുത്ത് പറയേണ്ടത്. ഖത്തറിലെ ചില മീഡിയ, ചില മാഫിയ, ഇവിടെ ചില മീഡിയകളിലും പൊളിറ്റിക്കൽ പാർട്ടികളിലും വേറെ പല മേഖലകളിലും ഈ ഖത്തർ മാഫിയയുടെ ഫണ്ടിങ് വളരെ വ്യാപകമായിട്ടുണ്ട്. മേ ബി അതിന്റെ ഒരു ഘടകം മാത്രമായിരിക്കാം മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്നത്. ഈ ഖത്തർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ വെരി റിച്ച് കൺട്രി ആണത്. അപ്പൊ ആ രാജ്യത്തിന്റെ ഒരു വലിയൊരു ഇൻവോൾവ്മെന്റ്, ആ രാജ്യത്തിന്റെ ഇൻവോൾവ്മെന്റ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ആ രാജ്യത്തിലെ ചില മീഡിയ സ്ഥാപനങ്ങൾ അതെന്താണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അത് റീസെന്റ് നമുക്കറിയാം, ഇസ്രായേൽ ആ മീഡിയ ഹൗസിനെ ബാൻ കൂടി ചെയ്തതാണ്. ആ മീഡിയ ഹൗസിന്റെ സ്വാധീനം, ഇൻഫ്ലുവൻസ് ഭാരതത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഡെമോക്രസിക്കെതിരെ നിൽക്കണം എന്നുള്ളത് അത്തരത്തിലുള്ള ചില ആളുകളുടെ ചില സോഴ്സ് ഓഫ് ഫണ്ടിങ്, ചില ആളുകളുടെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ആണ്. അത് നടന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള സിനിമകൾ ഒരുപാട് കഴിഞ്ഞ കുറെ നാളുകൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഉദാഹരണത്തിന് 2 സിനിമകളുടെ പേര് കൂടി ഞാൻ പറയാം. ജനഗണമന, പിന്നെ അത്തരത്തിലുള്ള ഒരു സിനിമയായിരുന്നു. എന്തുമാത്രം ആന്റി നാഷണൽ കണ്ടന്റ് ആ സിനിമയിൽ കുത്തി നിറച്ചുകൊണ്ടാണ് ആ സിനിമ ഇന്ന് തിയേറ്ററുകളിൽ ഓടിയത് എന്ന് മനസ്സിലാക്കി. അപ്പൊ സിനിമ എന്ന് പറയുന്നത് ഈ ഇന്ത്യയിൽ ഇപ്പോൾ ഒരു റിലീജിയനെ മാത്രമല്ല ടാർഗറ്റ് ചെയ്യുന്നത്, അത് ഭാരതത്തിന്റെ ഐക്യത്തെയും അഖണ്ഡതയും കൂടി ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഇന്ന് സിനിമയിലേക്കുള്ള ഫണ്ടിങ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അത്രയും അവെയറായി, അത്രയും ശ്രദ്ധാലുക്കളായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് വീക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു വലിയൊരു ഗുരുതരമായ ഒരു വിഷയമാണിത്. അത് പൊതുമധ്യത്തിൽ ഇനിയും നമ്മൾ ചർച്ചയ്ക്ക് എടുക്കണം. അത് എങ്കിൽ മാത്രമേ അതിനൊരു മാറ്റം ഉണ്ടാകൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, ആദർശ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. കാരണം അമേരിക്കയിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം നടന്നപ്പോൾ തന്നെ അവിടെ വന്ന റിപ്പോർട്ടുകൾ ഏകദേശം $5.6 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് യൂണിവേഴ്സിറ്റികളിൽ, അമേരിക്കയിലെ 81ഓളം യൂണിവേഴ്സിറ്റികളിൽ ഖത്തർ നടത്തി എന്നുള്ള വളരെ വലിയ ഒരു റിപ്പോർട്ട് അന്ന് വന്നായിരുന്നു, ആ പ്രക്ഷോഭം നടന്ന സമയത്ത്. അപ്പം ഇത് ലോകവ്യാപകമായി, അത് വളരെ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സൂചിപ്പിച്ചത്. കാരണം എന്താ വെച്ചാൽ ലോകവ്യാപകമായിട്ട് ഈ രീതിയിൽ ഖത്തറിന്റെ ഭാഗത്തുനിന്നും വളരെ വലിയ ഫണ്ടിങ് നടന്നിട്ടുള്ളതാണ്. അത് വളരെ വ്യക്തമാണത്. പല സോഴ്സുകളിൽ നിന്നും അത് വളരെ വ്യക്തമാണ്. ശ്രീ ജോജി ജോർജ്, അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി എന്ന് വെച്ചാൽ, ഇപ്പോൾ വളരെയധികം അഫക്റ്റഡ് ആയിരിക്കുന്ന കമ്മ്യൂണിറ്റികൾ, അപ്പോൾ അവരുടെ ഒരു ഈ ഫണ്ടിങ് എത്രത്തോളം ഇതിനെ ചെറുക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്നാണ് താങ്കൾ തോന്നുന്നത്? കാരണം പല കമ്മ്യൂണിറ്റികളും വളരെ അഫക്റ്റഡ് ആണ് ഇത്തരത്തിലുള്ള പോളറൈസേഷൻ, ആ രീതിയിലുള്ള സബ്ജക്റ്റുകൾ കൈകാര്യം ചെയ്യുന്നത് മൂലം. അപ്പോൾ ഈ ഫണ്ടിങ്ങുകളെ കുറിച്ച് എത്രത്തോളം അവെയർ ആയിരിക്കണം, ഇങ്ങനെയുള്ള അജണ്ടകൾ കടത്തുന്നതിനെ കുറിച്ച് എത്രത്തോളം അവെയർ ആയിരിക്കണം? കാരണം ഈജിപ്ത് പോലുള്ള, തുർക്കി പോലുള്ള അങ്ങനെ പല രാജ്യങ്ങളിലും ഈ സെയിം കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. കാരണം ഒരു പർട്ടിക്കുലർ സോഴ്സിൽ നിന്നാണ് ഇതെല്ലാം വരുന്നത് എന്ന് പലപ്പോഴും ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ എത്രത്തോളം വിജിലന്റ് ആയിരിക്കണം എന്നുള്ളതാണ് താങ്കൾ തോന്നുന്നത്? ജാമ്യമില്ല. 2019 സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ടിന് ഒരു പോയിന്റ് ജസ്റ്റ് ഞാൻ ഇടയിൽ കയറുകയാണ്. അമേരിക്കൻ യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. നമുക്കും ഒരുപാട് എക്സാമ്പിൾസ് കാണിക്കാനുണ്ട്. ഡൽഹിയിൽ നടന്ന കലാപം, സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ടിനെതിരെ ഡൽഹിയിൽ നടന്ന കലാപം, ജാമ്യമില്ല സർവകലാശാല കേന്ദ്രീകരിച്ച് നടന്ന കലാപം അതിന്റെ ഒരു വളരെ വിസിബിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. അതിന്റെ ഫണ്ടിങ്ങും ഇപ്പൊ കേന്ദ്ര സർക്കാർ ഏജൻസികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് സിനിമയിൽ മാത്രമല്ല, മുഴുവൻ പല മേഖലകളിലായിട്ട് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്. അതിനൊരു ഇന്ത്യയിലുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറയാൻ കടന്നു കയറിയെന്ന് മാത്രമേ ഉള്ളൂ. സോറി. ഓക്കെ. ശ്രീ ജോജി ജോർജ്, എത്രത്തോളം നമ്മൾ വിജിലന്റ് ആയിരിക്കണം ഇത്തരത്തിലുള്ള ഈ ഫണ്ടിങ്ങുകളെ കുറിച്ചും, ഇത്തരത്തിലുള്ള, കാരണം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇതേ സെയിം പാറ്റേണിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് കോപ്പി പേസ്റ്റ് ചെയ്ത പോലെ നമ്മുടെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം വിജിലന്റ് ആയിരിക്കണം എന്നാണ് താങ്കൾക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള ഫണ്ടിങ്ങുകളെ കുറിച്ച്? അല്ല, നമ്മൾ എത്രത്തോളം എന്നുള്ളതല്ല, കാലത്തിന് ഇവരുടെ ഏത് രീതിയാന്നുള്ളത് മനസ്സിലാക്കുക. ഈ പഴയ നമ്മൾ 90കളിൽ ഇവരെ അവലംബിച്ച കാര്യങ്ങളായിരിക്കത്തില്ല 2024 നമ്മൾ അവര് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ 90കളിലെ ആ പ്രതിരോധം കൊണ്ട് ഈ കാലഘട്ടത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ, നമ്മൾ പരാജയപ്പെട്ടു പോത്തേ ഉള്ളൂ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും
ഇവർ ഈ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇപ്പൊ ഇവിടെ ഈ കേരളത്തിൽ ഇപ്പൊ 2-3 സിനിമകൾ എടുത്തു ആ രീതിയിൽ ചെയ്തു. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇപ്പം ഓസ്ട്രേലിയയിലാണ്, യൂറോപ്പിലാണ്, ജർമ്മനിയിലാണേലും സ്വീഡനിലാണേലും അവിടെ എല്ലാം അവരുടേതായിട്ടുള്ള അജണ്ടകള് സിനിമ വഴി ആയിരിക്കത്തില്ല, വേറെ പല രീതികളിൽ കൂടി അവര് ചെയ്തു. അവിടെ ഏകദേശമൊക്കെ വിജയിക്കുന്ന അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ അത് മനസ്സിലാക്കി നമ്മുടെ ഇവിടെയുള്ള കേരളത്തിലെ ആൾക്ക് ഇപ്പം തന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ചില കാര്യങ്ങളിൽ മാത്രമേ പ്രതികരിക്കാൻ, ചില രാഷ്ട്രീയ നേതാക്കന്മാർ ശ്രദ്ധിച്ചാൽ മതി, ചില കാര്യങ്ങളിൽ മാത്രം അവർ പെട്ടെന്ന് പ്രതികരിക്കും. ചില കാര്യത്തിൽ അവർ പറയും ഞാൻ പഠിച്ചിട്ട് പറയാമെന്ന് പറയും. ഇപ്പൊ തന്നെ ചില കാര്യം ഇപ്പം മണിപ്പൂരിൽ ഒരു വിഷയമുണ്ട്. ഇവിടുന്ന് 2-3 MLA-മാര് മണിപ്പൂർ വരെ അത്രയും ദൂരത്ത് പോയി, അവിടെ കഷ്ടപ്പെട്ട് അവിടെ പോയി, നല്ല കാര്യം, അവിടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വന്നു. ഇവിടെ പൂഞ്ഞാറിൽ ഒരു വൈദികന് നേരെ ആക്രമണം ഉണ്ടായിട്ട് ഏതാനും കിലോമീറ്റർ മാത്രം അകലേ ഉള്ളൂ. കൂടി വന്ന 1 മണിക്കൂർ യാത്ര ചെയ്യാനുള്ളതേ ഉള്ളൂ. ആ വശത്തോട്ടേ നോക്കിയിട്ടില്ല. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്തോ അവിടെ പോയതിന്റെ വേറെ ലക്ഷ്യമാണ്, അത് രാഷ്ട്രീയ ലക്ഷ്യമാണ് എന്ന് പറഞ്ഞ പോലെ. ഒരുപാട് കേരളത്തിലെ ഒരു MP പാർലമെന്റിലെ ലവ് ജിഹാദ് ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യം പാർലമെന്റിൽ ചോദിച്ചത് ചുമ്മാ ഒരു ചോദ്യമായിട്ട് പുള്ളി അന്നേരം തോന്നി ചോദിച്ചതാന്നുള്ളത് മനസ്സിൽ നമ്മൾ ആ രീതിയിൽ ചിന്തിക്കാൻ തക്ക വിഡ്ഢികളല്ല. കാരണം അതിന്റെ പിന്നിലും ചില ശക്തികളുണ്ട്. ഈ നിരോധിക്കപ്പെട്ട സംഘടനയുടെ ചില പ്രവർത്തനം അതിന്റെ പിന്നിലുണ്ടായിരുന്നു. പാർലമെന്റിൽ അങ്ങനെ ഒരു ചോദ്യം ചോദിപ്പിക്കുക, എന്നിട്ട് ഗവൺമെന്റ് അങ്ങനെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇല്ല എന്ന മറുപടിയെ കിട്ടത്തുള്ളൂ എന്ന് ഈ പുള്ളിക്കും അറിയാം, ഈ MP-ക്കും അറിയാം. പക്ഷെ പുള്ളി അത് ചോദിച്ചു. അങ്ങനെ മറുപടി മേടിച്ചെടുത്തതിന്റെ ഫലമായിട്ടാണ് ഇന്ന് പല മീഡിയകളിലും ലവ് ജിഹാദ് ഇല്ല, കേന്ദ്ര സർക്കാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാനുള്ള അവർക്കൊരു വഴിമരുന്ന് ഇട്ടത് ആ ഒരു MP-യുടെ പ്രവർത്തനമാണ്. അങ്ങനെ കേരളത്തിലെ പല രാഷ്ട്രീയ നേതാക്കന്മാരും ഇവരുടെ ചട്ടകമായിട്ടാണ് ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ സാധാരണ ജനങ്ങൾ, സമുദായ നേതൃത്വം, പ്രത്യേകിച്ച് സമുദായ നേതൃത്വം ഈ കാര്യത്തിൽ മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ പരമ്പരാഗത രാഷ്ട്രീയ ചിന്തകളിൽ പോയി കഴിഞ്ഞാൽ ഇവര് ആ രീതി നമ്മളെ ഒരു ഉപകരണമാക്കി കാണുകയും നമ്മുടെ മറ്റുള്ളവരുടെ അജണ്ടകൾ കടത്താനുള്ള ഒരു മേഖലയായിട്ട് നമ്മുടെ സമുദായത്തെ വിനിയോഗിക്കുകയും ചെയ്യും. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. കേരളത്തിലെ സിനിമാ മേഖലയിൽ ചില ഫണ്ടിങ്ങുകൾ നടക്കുന്നത്, ഹിഡൻ അജണ്ടകൾ തിരികെ കയറ്റുന്നത്, ഇതെല്ലാം പ്രത്യേക ഗൂഢ ലക്ഷ്യത്തോടെയാണ് എന്നുള്ള ആരോപണങ്ങളാണ് ഉയരുന്നത്. ഇതിൽ പല ആളുകൾക്കും പങ്കുണ്ട് എന്നുള്ള ആരോപണം, അത് പൊളിറ്റിക്കൽ മേഖലകളിൽ നിന്നാകാം, അത് സിനിമാ മേഖലകളിലുള്ള ആളുകളിൽ നിന്നാകാം. ഇത് സിനിമാ മേഖലയിൽ തന്നെ മുന്നിട്ട് നിൽക്കുന്ന കലാകാരന്മാരിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന സാഹചര്യം ആണ് സൃഷ്ടിക്കപ്പെടുന്നത് എന്നുള്ള ആരോപണങ്ങളാണ് ഉയരുന്നത്. ഇനി നമ്മുടെ സിനിമാ മേഖല കൂടുതൽ കലാമൂല്യത്തോടെ ഇറങ്ങാൻ ഇടയാകട്ടെ, ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകൾ സിനിമാ മേഖലയിൽ നിന്നും ഇല്ലാതായി പോകട്ടെ എന്ന് മാത്രം ആശംസിക്കാനേ നമുക്ക് കഴിയുകയുള്ളൂ. ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത 3 പേർക്കും നന്ദി.